ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തി ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മത്തി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ മത്തി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാതെ തന്നെ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എണ്ണയിലൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പാനൊക്കെ ഒന്ന് ചൂടായിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 8-10 ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി എല്ലാം കൂടി 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചേർത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പുളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഈ ഫിഷ് ഫ്രൈയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം. ഞാൻ ഓരോ മീനും നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള ഒരു 13 മത്തിയോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാ മീനും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം. മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് വറ്റി വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കണം. അങ്ങനെ അല്ലാതെ നമുക്ക് കുറച്ച് മസാലയോട് കൂടിയിട്ട് ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആക്കിയെടുത്താലും മതി. ഒരുപാട് മസാലയൊന്നും വറ്റിക്കാത്ത രീതിയിൽ 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മത്തി ഫ്രൈ ആണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിലും ഈ മത്തി ഫ്രൈ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.